അതെ, ഇന്നത്തെ വീഡിയോ ജർമ്മനിയിൽ പഠിക്കാനായിട്ട് നമുക്ക് ഫീസ് വേണോ വേണ്ടയോ അതാണേ. ഇവിടെ ജർമ്മനിയിൽ രണ്ട് തരം യൂണിവേഴ്സിറ്റികളുണ്ട്. ഒന്ന് പബ്ലിക് യൂണിവേഴ്സിറ്റി, ഒന്ന് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് പഠിക്കാനായിട്ട് ട്യൂഷൻ ഫീസ് കൊടുക്കണം. അത് ഓരോ യൂണിവേഴ്സിറ്റിനെ അനുസരിച്ച് അതിൻ്റെ ട്യൂഷൻ ഫീസിൻ്റെ എമൗണ്ട് ഡിഫറൻ്റ് ആയിരിക്കും. നമ്മൾ UK പഠിക്കാൻ പോകുന്നത് പോലെ തന്നെ ട്യൂഷൻ ഫീസൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഇവിടെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അതേസമയം പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് പഠിക്കാനായിട്ട് ഫീസിൻ്റെ ആവശ്യമില്ല. നമുക്കിവിടെ ട്യൂഷൻ ഫീസ് ഒന്നും വരുന്നില്ല. ഇപ്പം ഞാനൊക്കെ പഠിക്കുന്നത് പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പോൾ ഞങ്ങൾക്കിവിടെ ഫീസോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല. നമുക്ക് ആകെ വരുന്നത് ഒരു 300 യൂറോ സെം ഫീസാണ്. ആ ഫീസ് എന്ന് പറയുന്നത് നമുക്ക് അതുകൊണ്ട് ഈ ജർമ്മനിയിൽ ട്രാവൽ ചെയ്യാനുള്ള ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ യൂണിവേഴ്സിറ്റിയിലാണ് ഇത് കിട്ടുന്നത്. ഇനി ചില പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ ചെറിയൊരു എമൗണ്ട് ട്യൂഷൻ ഫീസ് നല്ല ചെറിയൊരു എമൗണ്ട് ഫീസായിട്ട് അവർ വാങ്ങുന്ന യൂണിവേഴ്സിറ്റികളും ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ ചില യൂണിവേഴ്സിറ്റികളിലേക്കൊക്കെ ആയിട്ട് ചെറിയ ഫീസൊക്കെ വാങ്ങി തുടങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും കൂടുതലും യൂണിവേഴ്സിറ്റികളിലും നമുക്ക് ട്യൂഷൻ ഫീ ഒന്നും വരുന്നില്ല. ട്യൂഷൻ ഫീ ഇല്ലാണ്ട് തന്നെ നമുക്കിവിടെ പഠിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.